മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ നിങ്ങൾ കണ്ടോ, ഇന്നൊരു കായലിൻ്റെ തീരത്ത് മനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഒരു വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നമ്മൾ നല്ല ലോ ബഡ്ജറ്റഡ് ആയിട്ടുള്ള അടിപൊളി മനോഹരമായിട്ടുള്ള വീടിൻ്റെ ദൃശ്യങ്ങളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഇവിടെ 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള കിടപ്പുമുറികൾ, ലിവിങ്, ഡൈനിങ്, അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു കിച്ചണ്, വർക്കിംഗ് കിച്ചൺ, ഇതൊക്കെയാണ് വീടിന് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത്. ഗേറ്റ് GA ഷീറ്റിലാണ്. ഉടൻ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കോമ്പൗണ്ട് വാൾ ആണെങ്കിലും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കിതാ മനോഹരമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു എലവേഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ കാണുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളൊക്കെ വീടിന് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ വർക്കും അതുപോലെ ആർട്ട് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിന് താങ്ങി നിർത്താൻ വേണ്ടി പില്ലറുകൾ നൽകിയിട്ടുണ്ട്. ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത്. കയറി കഴിയുമ്പോൾ നമുക്ക് നീളത്തിൽ വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് കാണാൻ കഴിയുന്നത്. ഫ്ലോറിൽ ഇവിടെ മാർബിളാണ് കേട്ടോ ചൂസ് ചെയ്തിരിക്കുന്നത്. അർണാവൈറ്റിൽ വരുന്ന മാർബിളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് 2 വശങ്ങളിലും 4 ചെയറുകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് വീടിനകത്തെ കാഴ്ചകൾ കാണാം. മെയിൻ ഡോർ വളരെ സിമ്പിളായിട്ട് സ്റ്റീലിൻ്റെ 2 ഹാൻഡ് റെയിലൊക്കെ നൽകിയിട്ട് ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് ലിവിങ്ങിലേക്കാണ്. ഇവിടെ നല്ലൊരു L ഷേപ്പിലുള്ളൊരു സെറ്റിയും അതുപോലെ ടീപ്പോയൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് ജിപ്സണും LED ലൈറ്റ്സ് അതുപോലെ കോബ് ലൈറ്റുകളൊക്കെ നൽകിയിട്ടും കൂടാതെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൂടി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ സിമ്പിൾ ലുക്കിൽ മനോഹരമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഈ ഒരു വീടിൻ്റെ ഉള്ളെല്ലാം നൽകിയിരിക്കുന്നത്. ഇവിടുന്ന് ഡൈനിങ്ങിനെ തിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഡൈനിങ് വന്നിരിക്കുന്നത് 8 സീറ്റഡോട് കൂടിയിട്ടുള്ള ചെയർസും ടേബിളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രത്യേക ലുക്ക് ഈ ഒരു ടേബിളും ചെയറും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടാതെ തന്നെ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് ഇവിടേക്ക് വന്നു കഴിഞ്ഞാലാണ് ഇവിടെ വാഷിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്.
താഴെ നമുക്ക് 2 ബെഡ്റൂം കാണാനുണ്ട്, അറ്റാച്ച്ഡ് ആണ്. പിന്നെ നമുക്ക് ഒരു മെയിൻ കിച്ചണും വർക്കിംഗ് കിച്ചണും കൂടെ കാണാനുണ്ട്. നല്ല കിടിലനായിട്ടുള്ളൊരു കിച്ചണൊക്കെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഒന്ന് ആദ്യം കാണാം. ബെഡ്റൂം എല്ലാം ഒരേ അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ലുക്കിലാണ്. നിങ്ങൾക്ക് കണ്ടുവെക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കബോർഡെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നത് WPC വിത്ത് മൈക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ കോട്ടിൻ്റെ ആ ഒരു ബാക്ക് ബോർഡ് ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗും ഇവിടെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം കേട്ടോ. സെയിം അറേഞ്ച്മെന്റ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക. നമ്മൾ താഴത്തെ 2 ബെഡ്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ച കാണാം കേട്ടോ. നമുക്ക് ആ സ്റ്റെയർ ഒന്ന് കണ്ടോക്കി. ഈ സ്റ്റെയർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ സ്ട്രക്ചർ നൽകിയിട്ട് കരിവാക വുഡാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. താഴെ ഭാഗമൊക്കെ ഇൻവേർട്ടറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ്. പിന്നെ ഒരു ബെഞ്ച് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒഴിവ് സമയങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിതാ സ്റ്റെയർ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ കാറ്റും വെളിച്ചമൊക്കെ കിട്ടത്തക്ക രീതിയിലുള്ള വിൻഡോ നൽകിയിട്ടുണ്ട്. കൂടാതെ സീലിംഗിലേക്ക് നോക്കി വളരെ സിമ്പിൾ ലുക്കിൽ മനോഹരമായിട്ടുള്ള സീലിംഗും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കയറി കഴിഞ്ഞാൽ താഴേക്കുള്ള ഒരു വ്യൂ ആണിപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത്. നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം കേട്ടോ. ഇവിടെ കബോർഡെല്ലാം നൽകിയിരിക്കുന്നത് WPC വിത്ത് മൈക്കാണ്. ഇവിടെ ഒരു കാഴ്ച കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഈ ഒരു റൂമിൽ നിന്നാണ് ബാൽക്കണി വരുന്നത് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഒന്ന് കണ്ടു നോക്കിയേ.
അപ്പോൾ നമുക്കിതാ ഈ ഒരു കോർണറിൽ തന്നെയാണ് ഡ്രസ്സിങ് ഏരിയയും ടോയ്ലറ്റും വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ബെഡ്റൂം കൂടി ഒന്ന് കാണാനുണ്ട്. അപ്പോൾ അതാണ് സെക്കൻഡ് ബെഡ്റൂം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത് കേട്ടോ. വുഡ് ആൻഡ് ഗ്ലാസ്സിൽ ഇവിടെ ഡോർ നൽകിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. കബോർഡെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നത് WPC വിത്ത് മൈക്കാണ് കൊടുത്തിട്ടുള്ളത്. താഴെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട് കേട്ടോ. അഡീഷണൽ ആയിട്ടുള്ള സ്റ്റോറേജുകളും ഈ ഒരു കിച്ചണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കിച്ചണിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കളർ കോമ്പിനേഷൻ തന്നെയാണ്. നല്ല ഭംഗിയുള്ള കളറാണ് ഈ ഒരു കിച്ചണ് നൽകിയിരിക്കുന്നത് കേട്ടോ.
വർക്കിംഗ് കിച്ചൺ ഒന്ന് കണ്ടോക്കെ, നല്ല സിമ്പിൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് അത് കേട്ടോ. ഈ ഒരു വീടിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഹോം ടൂർ വീഡിയോകളായിട്ടാണ് നമ്മൾ വരുന്നത്. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.